السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനപ്പെട്ട ഇത്ബാൻ റളിയല്ലാഹു തആല അൻഹു, ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ബഹുമാനപ്പെട്ട ഇത്ബാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്തു ഉസല്ലി ലിഖൗമി ബനി സാലിം, ഞാൻ എൻ്റെ സമൂഹം ബനു സാലിമിന് നിസ്കരിക്കുമായിരുന്നു. ഇമാമായിട്ട് നിസ്കരിക്കുമ്പോഴല്ല അങ്ങനെ പറയാം. വകാന യഹൂലു ബൈനി വബൈനഹും വാദിൻ ഇദാ ജാഅത്തിൽ അംതാർ, എൻ്റെയും എൻ്റെ കൗമിൻ്റെയും ഇടയിൽ ഒരു വാദി, മലയുടെയൊക്കെ ചെരിവ്, മഴ പെയ്താൽ ഒരു വാദി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിലൂടെ വെള്ളമൊലിക്കും. ഫയഷഖു അലയ്യ ജിത്തിയാസുഹു, ആ വാദി, ആ വെള്ളമൊലിക്കുന്ന സ്ഥലം വിട്ടുകിടക്കൽ എനിക്ക് ബുദ്ധിമുട്ടാവും. ഖിബല മസ്ജിദിഹിം, അവരുടെ പള്ളിക്ക് നേരെ. ഫജിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ഫഖുൽതു ലഹു, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്നി അൻകർതു ബസരി, തീർച്ചയായിട്ടും എൻ്റെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ട്, കണ്ണിന് കാഴ്ച പ്രശ്നമുണ്ട്. അപ്പോൾ വദിത്തു, കണ്ണിന് കാഴ്ച പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം, വൽ വാദില്ലദി ബൈനി വ ബൈന ഖൗമി, എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും ഇടയിലുള്ള വാദി, യസീരു ഇദാ ജാഅത്തിൽ അംതാർ, മഴകൾ വന്നാൽ, മഴ വർഷിച്ചാൽ ആ വാദി ഒലിക്കും എന്ന് പറഞ്ഞാൽ മലൻ്റെ രണ്ട് മലകൾക്ക് ഇടയിലൂടെ, മലൻ്റെ ചെരുവിലൂടെ വെള്ളമൊലിക്കും. ഫയഷഖു അലൈഹി ഇജ്തിയാസുഹു, എനിക്കത് വിട്ട് കിടക്കാൻ പ്രയാസമാവും. ഫവദിത്തു, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ താല്പര്യപ്പെടുന്നു, അന്നക തേത്തി, തീർച്ചയായിട്ടും താങ്കളൊന്ന് വരണം. തുസല്ലി ഫി ബൈത്തി, എൻ്റെ വീട്ടിൽ വന്ന് നിസ്കരിക്കണം. മക്കാനൻ അത്തഖദുഹു മുസല്ല, ഞാനൊരു നിസ്കരിക്കുന്ന സ്ഥലമാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാഫലു, ഞാൻ ചെയ്യാം. കുറച്ച് ദീർഘമായ ഹദീസാണ്. ഏതായാലും അങ്ങനെ ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു മഅഹു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടി രാവിലെ വന്നു. ഇഷ്തദ്ദ നഹാറു, പകൽ കുറച്ച് കടുപ്പം കൂടിയപ്പോൾ കുറച്ച് നന്ന രാവിലെ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വന്നു. ഹദീസിൽ തുടർന്ന് പറയുന്നുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സമ്മതം ചോദിച്ചു, ഞാൻ സമ്മതം കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നില്ല, ഇരിക്കുന്നതിന് മുന്നേ തന്നെ ചോദിച്ചു, അയിന തുഹിബ്ബു അൻ ഉസല്ലിയ, എവിടെയാണ് ഞാൻ നിസ്കരിക്കൽ താങ്കൾ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നതിന് മുന്നേ തന്നെ അതാ ചോദിച്ചു. ഫഅശ്റത്തു, ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇന്ന സ്ഥലത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിസ്കാരം ആരംഭിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം തുടങ്ങി, ഞങ്ങൾ ബാക്കിൽ സഫ് ചെയ്തു. അങ്ങനെ ഹദീസ് വിശദീകരിച്ച് പറയുന്നു. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു, ബാക്കിയുള്ളവർ ബാക്കിൽ നിന്നിട്ട് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. എന്നിട്ട് പറയുന്നുണ്ട്, ഫഹബസ്തു, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞു വെച്ചു. നേരെ പറഞ്ഞു പറഞ്ഞാൽ എന്തുകൊണ്ട്, ഹസീറത്ത്, ഒരു ഹസീറത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പലഹാരം, ഒരു പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പലഹാരത്തിനാണ് ഹസീറത്ത് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു ആളെ ക്ഷണിച്ചാൽ വന്നാൽ ആൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ, ഒരു ചീരിഞ്ഞ ഒരു ഭക്ഷണം, അതൊക്കെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെ ഹസീറത്ത് കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയിമ കുറച്ചു നേരം കൂടി എന്നർത്ഥം, അതാണ് തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഹദീസിൽ പിന്നെ ജനങ്ങൾ, അടുത്തുള്ള ആളുകളൊക്കെ അറിഞ്ഞവരൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രധാനമായി ഉദ്ദേശിക്കുന്ന, നമ്മൾ 5 മിനിറ്റ് അല്ലേ സമയം കൂടും. ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കാനുള്ളത് ഒരു സംരംഭം, ഒരു കാര്യം, അത് ഉദ്ഘാടനം ചെയ്യാൻ, അത് തുടങ്ങാൻ മഹത്വമുള്ള ആളുകളെ വിളിക്കേണ്ടതുണ്ടോ ഇല്ലേ? അത് നല്ലതാണ്. ഒരു ഉദ്ഘാടനം, ഒരു കാര്യം തുടങ്ങാൻ. ഇവിടെ ഇപ്പോൾ ഒരു പള്ളി അല്ല, ഒരു വീട്, ഒരാൾ വീട് ഉദ്ഘാടനം അല്ല യഥാർത്ഥത്തിൽ. ഇവിടെ വീട് പുതിയതുണ്ടാക്കിയതെന്ന് ഹദീസിൽ പറഞ്ഞില്ല. പക്ഷെ വീട്ടിൽ പുതിയതായിട്ട് നിസ്കരിക്കാൻ ഒരു സ്ഥലം നിശ്ചയിക്കുകയാണ്. അത് പള്ളിയായിട്ട് വഖഫ് ചെയ്യുകയാണോ, അതല്ല നിസ്കരിക്കാനുള്ള റൂം, നിസ്കരിക്കാനുള്ള ഒരു ഭാഗം പ്രത്യേകം നിജമാക്കുകയാണോ? ഇവിടെ നേരെ വാക്കിൻ്റെ അർത്ഥം നിസ്കരിക്കാനുള്ള സ്ഥലം നിശ്ചയിക്കാനോ. എന്തായാലും വീട്ടിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നിശ്ചയിക്കുക എന്നുള്ള അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ സംഭവം. ഈ ഉദ്ഘാടനത്തിന് ആര് വിളിച്ചു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്, മുലീരുമാണ്. തങ്ങൾ വന്നു. ഒപ്പം ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിയാരാണ്, തങ്ങളല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പം അങ്ങനെ ഒരു കാര്യം
മഹാന്മാരെ വിളിച്ച് ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യിക്കുക എന്നുള്ള സംഭവം ഉണ്ടോ? ഉണ്ട്. അത് വളരെ പുണ്യകരമായ കാര്യമാണ് എന്നൊക്കെ ഹദീസ് മനസ്സിലാക്കാം. അപ്പോൾ ആരെ വിളിക്കേണ്ടി? നമുക്ക് ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങളാണ് അംബിയാക്കളുടെ വാരിസ്യങ്ങൾ, അനന്തരാവകാശികൾ. വേറെ ഹദീസിൽ കാണാം, ഞാൻ എൻ്റെ കുടുംബത്തെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകുന്നു, വിശുദ്ധ ഖുർആനെയും എൻ്റെ കുടുംബത്തെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകുന്നു, അവരെ രണ്ടു കൂട്ടരെ നിങ്ങൾ പിൻപറ്റുന്നു എന്ന് ഹദീസും കാണാം. അപ്പോൾ തങ്ങന്മാർ ആലിമീങ്ങൾ, ഇനി തങ്ങളും ആലിമും കൂടി ആയാൽ വളരെ ഉഷാറായി. അങ്ങനെയുള്ള മഹത്വമുള്ള ആളുകളെ ക്ഷണിച്ച് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നുള്ളത് പുണ്യകരം, അനുകരിക്കപ്പെടേണ്ട ഒരു മാതൃകയുമാണ് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു ബഹുമാനം തങ്ങന്മാർ, ഉസ്താദുമാർ അവരൊക്കെ പിൻപറ്റി തങ്ങളീയത്തും ഉസ്താദീയത്തും ആലിമീയത്തും തങ്ങളും ആലിമും കൂടി ആവുക എന്നുള്ളതും കൂടി ഒരുമിച്ച് കൂടിയാൽ വളരെ ഉഷാർ. ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകളെ, മഹത്തുക്കളെ ആദരിച്ചും ബഹുമാനിച്ചും ഈ സമൂഹം അങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ ആകുമ്പോഴേ ഈ സമൂഹത്തിൽ ഒരു ദീനീയ നേതൃത്വവും ദീനീയായിരിക്കുന്ന ഒരു കെട്ടുറപ്പും ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.